ഈ ആവശ്യമില്ലാത്ത പണി ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ജനങ്ങൾക്കൊരു വിലയില്ലേ? ഞങ്ങൾ തീർച്ചയായും സഹിക്കാൻ പറ്റില്ല മാഡം. ജനങ്ങളോട് കാണിക്കുന്ന ഈ വഞ്ചനയ്ക്ക് നിങ്ങൾ രാജിവെക്കണം. സമാധാനം പറഞ്ഞ മതിയാവും. ഒന്ന് നിന്നേ, നിങ്ങൾക്ക് ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. മാഡം, സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, സഹകരിക്കുക. കൈ പൊക്കും മാഡം. ഓക്കെ മാഡം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗുഡ് മോർണിംഗ് മാഡം. റാണി ഭാരതി എന്ന് വിളിച്ചാൽ മതി. ഞാനിപ്പോൾ മുഖ്യമന്ത്രി അല്ല, അതുകൊണ്ട് മാഡമിനെ വിളിക്കേണ്ട ആവശ്യമില്ല. പ്ലീസ്. മാഡം, ചെരുപ്പിൽ നിറയെ കറയാണല്ലോ. ഇതാ, ബാത്റൂമിൽ പോയി കറയൊന്ന് ക്ലീൻ ചെയ്യും മാഡം. ഐ വിൽ വെയിറ്റ് ഫോർ യു. നേതാവല്ലേ, കറ പെടാണ്ട് എങ്ങനെ ഇരിക്കും? അതവിടെ ഇരുന്നോട്ടെ. റാണി മാഡം, ഞാൻ മാർട്ടിൻ ചീക്ക. ഈ വിചാരണ കമ്മിറ്റിയുടെ ഹെഡ് ഞാനാ. ഇദ്ദേഹം ജഗന്നാഥ് ത്രിപാഠി, ഫോർമൽ ചീഫ് ജസ്റ്റിസ് പട്ന ഹൈക്കോർട്ട്. ഇദ്ദേഹം ഏകാന്ത് പ്രസാദ്, റിട്ടയർഡ് DAG ബീഹാർ ഗവൺമെന്റ്. അദിതി ശർമ്മ, മൈ അസിസ്റ്റന്റ്. ഇൻഫാക്ട് ചോദ്യങ്ങളുടെ ലിസ്റ്റ് ഒരുപാടുണ്ട് മാഡം. ആദ്യമായൊരു സെൻട്രൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കഠിനമായിരിക്കും, പക്ഷെ ചോദിക്കാതെ നിവർത്തിയില്ല. റാണി മാഡം, ഇത് സത്യമാണോ? അതായത് നിങ്ങളുടെ ഹസ്ബൻഡ്, മുൻ മുഖ്യമന്ത്രി ഭീം സിംഗ് ഭാരതിയുടെ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള RJSPയുടെ നേതാവ് ബഹുമാനായ മുസാഫിർ ബേട്ട അവർകൾ, മൈനോറിറ്റിയുടെ നേതാവ്
ബീഹാറിന്റെ സിംഹമായ ദിൽഷാദ് മിർസ അവർകൾ, യുവാക്കളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ അവരുടെ മനസ്സ് കീഴടക്കിയ ദുലാരി യാദവ് അവർകൾ, നമ്മുടെ മഹിളാ മോർച്ചയുടെ നേതാവായ ദീപി സിംഗ് അവർകൾ, നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ റാലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്. നിങ്ങൾ ഏവരും കാത്തിരുന്ന ആ സമയം ഇതാ വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏവരുടെയും പ്രിയപ്പെട്ട നേതാവ്, നിങ്ങളുടെ സങ്കടത്തിന്റെ കണ്ണീർ തുടയ്ക്കുന്നവൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബഹുമാനായ ഭീമാ ഭാരതി അവർകൾ അല്പസമയത്തിനുള്ളിൽ നിങ്ങളേവരെയും അഭിസംബോധന ചെയ്യുവാൻ വരുന്നതാണ്. ഭീമാ ഭാരതിക്ക്, ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതിക്ക്, ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്, ഭീമാ ഭാരതി സിന്ദാബാദ്. ഞാനൊന്ന് പറയാം, നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ എതിരാളികൾ. കുറെ ആൾക്കാർ ധൈര്യമില്ലാതെ അങ്ങ് പോയി. വെള്ളം എവിടെയാണോ കുറവുള്ളത് അവിടെയല്ലേ കപ്പലിന്റെ അടി തട്ടുക. നമ്മുടെ ആൾക്കാരുടെ പ്രവൃത്തി തന്നെ വ്യത്യാസമാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് ചെയ്യും, എന്നാൽ അത് മനസ്സിലാക്കി തരാൻ മറ്റൊന്ന് ചെയ്യേണ്ടി വരും. നട്ടുച്ച വെയിലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ വെയിലിന്റെ ചൂട് താങ്ങാതെ ആ നിലത്തെങ്ങാനും വീണാൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ എഴുതുക? വെള്ളമടിച്ച് ബോധമില്ലാതെ വീണ് കിടക്കുന്നു. നമ്മുടെ കൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തേ നമുക്കറിയില്ലേ? ചുറ്റുപാടുള്ള വീടുകളിൽ പോയി വെണ്ണയെല്ലാം കട്ടുതിന്നുമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഭഗവാനെ അവിടുത്തെ ആളുകൾ എന്താ വിളിച്ചത്? എന്നാ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ എന്താ വിളിക്കുന്നത്? ആൺകോയ്മ. അത് ഏറ്റവും വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. നാം ഇവരോട് മല്ലടിക്കുമ്പോ നമ്മുടെ ഭാര്യമാര് നമ്മോട് വഴക്കടിക്കും. ആദ്യം അവർ ബലം പ്രയോഗിച്ചു നോക്കും, പിന്നെ ബുദ്ധിയാൽ നോക്കും, അവസാനം തന്ത്രം ഉപയോഗിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും സാധിക്കാൻ പറ്റാത്ത പക്ഷം നിങ്ങളുടെ കൂടെയുള്ളവരെ തന്നെ നിങ്ങൾക്കെതിരാളികളാക്കി മാറ്റും. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമല്ലോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ മുഖ്യമന്ത്രി റാണിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പദവിയിൽ അവരെ ഇരുത്തിയത് ഞാനാണ്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. എന്റെ പദവി പിന്തുടരാൻ വേണ്ടിയാണ് ഞാൻ മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ ഇപ്പൊ അവരെന്താ ചെയ്യുന്നേ? എനിക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വലിയ അഴിമതിക്കാരനാണെന്ന് അവരെല്ലാവരോടും കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്നെ ജയിലിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ നല്ലവളാ, പക്ഷെ അവളുടെ സമയദോഷം അവൾക്ക് അനുകൂലമാകേണ്ടത് പ്രതികൂലമായി വന്നിരിക്കുക. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഈ ഗവൺമെന്റിനെ ഏത് നിമിഷവും താഴേക്ക് ഇറക്കിയിടാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാനത് ചെയ്യില്ല. ഇത്രയെല്ലാം ദ്രോഹമേറ്റിട്ടും ഞാൻ എന്തിനാ മൗനമായിരുന്നത്? എന്തിനാ? തല വെട്ടാൻ വരുന്നവരെ കൊണ്ട് നമ്മുടെ കാല് പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാ. ഭീമാ ബാബു, ഭീമാ ബാബു, ഭീമാ ബാബു. എത്ര വലിയ പൂട്ടാണേലും ഒരു നാൾ ഉടയും. ആ പൂട്ട് നമ്മൾ ഉടക്കുക തന്നെ ചെയ്യും. ആ പൂട്ട് നമ്മൾ ഉടച്ചിരിക്കും. ഓ, അതൊന്നും അല്ലടോ. കാലത്ത് ഞാൻ എങ്ങനെങ്കിലും പോവും. പക്ഷെ എൻ്റെ ഈ നടുവേദന ഉണ്ടല്ലോ, അതിപ്പോ എന്താ പറയാ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപമാണോ ചെയ്തേ
അത് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ അമ്മച്ചിയെ, എന്ത് ഓടിയിലാണോ താൻ ഓടിക്കണേ? എന്റെ ബുദ്ധിമുട്ട് തനിക്ക് അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞതല്ലേ കുഴിയിലൊന്നും അങ്ങനെ ഇറക്കരുതെന്ന്. സാറേ, ഞാൻ ഇറക്കുന്നതല്ല, നമ്മുടെ റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ്. പരമാവധി ഞാൻ ശ്രദ്ധിച്ചാണ് സാർ ഓടിക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ സാർ. അയ്യോ അയ്യോ അയ്യോ, ഒന്ന് പതുക്കെ പോടോ. ജയ് ഹിന്ദ് മാഡം. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോ? അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ജയ് ഹിന്ദ് മാഡം. ജയ് ഹിന്ദ്. പറയൂ, നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മാഡം. പക്ഷേ റോഡിലെ കുഴികൾ സഹിക്കാൻ പറ്റിയില്ലായിരുന്നു മാഡം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അസുഖത്തിനെ പറ്റി അറിയാമല്ലോ. ഈ വഴിയിലൂടെ നിങ്ങൾ ഒരേ പ്രാവശ്യം വന്നുള്ളൂ, അപ്പോഴേ ഇങ്ങനായി. ഇവരൊക്കെ ഈ റോട്ടിലൂടെയാ ദിവസം യാത്ര ചെയ്യണത്. എത്ര കഷ്ടമാണ്. നിങ്ങളൊക്കെ തലസ്ഥാനത്ത് തന്നെ ജീവിച്ച് നല്ല വണ്ണം വെച്ചിരിക്കുന്നു. പക്ഷെ ഒന്നോർത്തോളൂ, ഡൽഹി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത്, അതുപോലെ ബീഹാർ എന്ന് പറഞ്ഞ പാട്ന മാത്രമല്ല. ശരി, വിടൂ, വന്ന കാര്യം പറയൂ. കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നതല്ലേ, ഈ യാത്രയിൽ നിന്ന് എന്താ പഠിച്ചേ? എല്ലാം പഠിച്ചു മാഡം. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ അപ്പോൾ റോഡെല്ലാം പക്കയായിരിക്കും മാഡം. എല്ലാം വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, പ്രവൃത്തിയിലും കൂടി കാണിക്കണം. ശരി. അല്ലാത്ത പക്ഷം മാസത്തിൽ 4 പ്രാവശ്യം മീറ്റിങ്ങിന് ഞാൻ ഇങ്ങോട്ട് വിളിക്കും. പിന്നെ ഓപ്പറേഷൻ ചെയ്താലും കാര്യമൊന്നും ഉണ്ടാവില്ല. പൊക്കോളൂ. എനിക്ക് വരട്ടെ മാഡം. പറയപ്പെടുന്നത് പദവിയും പവറും ആളുകളെ മാറ്റുമെന്നാണ്. എന്നാൽ ഈ കാര്യം റാണി ഭാരതിക്ക് ബാധകമല്ല. പദവിക്ക് അവരെ മാറ്റാനോ കറപ്റ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. ഒരു മീഡിയയുടെയും ബഹളമില്ലാതെ അവർ അവരുടെ കൃഷിയിടത്തിലേക്ക് വന്നതാണ്. ഗവൺമെന്റ് ജോലികൾ മുടങ്ങാതിരിക്കാൻ ഓഫീസർമാരെ അവർ ഇങ്ങോട്ട് തന്നെ വിളിച്ചിരിക്കുകയാണ്. വരൂ, നമുക്ക് അവരോട് സംസാരിക്കാം. റാണി മാഡം, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ചില ആളുകളുടെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയിച്ചതും മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ തോറ്റതുമായൊരു വർഷം കഴിഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ CM ആയിട്ടും നിങ്ങൾക്കൊരു മാറ്റവുമില്ലല്ലോ. എന്തായി പറയണേ? എത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് വയലിലൊക്കെ നല്ലതുപോലെ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം നോക്ക്, അതൊക്കെ നിർത്തിയതുകൊണ്ട് വണ്ണം വെച്ചു. പിന്നെ ഒരു കാര്യം, മാറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് മോശമായി എന്നൊരർത്ഥം ഉണ്ടെങ്കിൽ അതില്ല. രാഷ്ട്രീയനെ മാറ്റിയിട്ടില്ല. റാണി മാഡം, നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ പേരിന് മാത്രം മുഖ്യമന്ത്രിയാണെന്നാ. എന്നാൽ ശരിക്കുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭീമാ ഭാരതിയാണെന്നാണ്. അദ്ദേഹം ജയിലിലിരുന്ന് റാലി മാത്രമല്ല നടത്തുന്നത്, എന്നാൽ പ്രോക്സി രീതിയിൽ ഭരണവും നടത്തുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ പിടിവലിക്കിടയിൽ എല്ലാ വികസനവും നിന്നുപോയിരിക്കുക. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോക്ക്, നീ ഉപന്യാസം എഴുതുമ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചു. എൻ്റെ കഥയിൽ വേണ്ട. എന്നാൽ ഇത് സത്യം തന്നെയല്ലേ? വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ ഗവൺമെന്റ് ഭയക്കുന്നു എന്നുള്ളത്. കാരണം താങ്കളുടെ പാർട്ടിയും ഭീമാ ബാബുവും അതിനെ പിന്തുണയ്ക്കുന്നില്ല. അതെങ്ങനെ? ഉദാഹരണത്തിന് വർമ്മ കമ്മീഷന്റെ റിസർവേഷൻ ബിൽ ജാർഖണ്ഡ് മറ്റൊരു സംസ്ഥാനമാക്കണമെന്നുള്ളത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നോക്ക്, ഇതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ ആദ്യം അതൊന്ന് വിശദമായി പഠിക്കട്ടെ. അതിനുശേഷം സമയം വരുമ്പോൾ എല്ലാം ശരിയാക്കാം. തരൂ എടുത്തി, ഞാൻ എടുത്തോളാം. എടുത്തു വെക്കേ. റാണി മാഡം, അവസാനമായി ഭീമാ ബാബുവിനെ നിങ്ങൾ എന്നാ കണ്ടത്? 8 മാസം മുമ്പ്, അദ്ദേഹം ജയിലിൽ പോയപ്പോൾ. അതിനുശേഷം കണ്ടിട്ടില്ലേ? ഇല്ല. കാണാൻ ആഗ്രഹമുണ്ടോ? റാണി മാഡം, CM ആയതുകൊണ്ട് ഭീമാ ബാബുവിനെ ജയിലിലേക്ക് അയച്ച് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കർത്തവ്യമായിരുന്നു. എന്നാൽ ഒരു ഭാര്യ എന്ന നിലയ്ക്ക്
ഭർത്താവ് ജയിലിലായതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, നിങ്ങളുടെ 3 കുട്ടികളുടെ അച്ഛൻ കൂടെയാണ്. ഞാൻ മുഖ്യമന്ത്രിയുമാണ്, അതേസമയം ഒരു ഭാര്യയും കൂടിയാണ്. എടുത്ത തീരുമാനങ്ങളിലൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നിയമം വിട്ട് ആര് തന്നെ കളിച്ചാലും ശരി, അത് സ്വന്തക്കാരനായാലും മറ്റുള്ളവരാണെങ്കിലും, നേതാവാണെങ്കിലും അനുയായിയാണെങ്കിലും, മന്ത്രിയായാലും തന്ത്രിയായാലും, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. And now the moment has come. Let's see who's the winner. So Miss Patna is Miss Shilpa Three cheers for Shilpa! Hip hip! Hip hip! Hip hip! സർ നമസ്കാരം സർ. നമസ്കാരം സാർ. ആരാ വരുന്ന നോക്കിയേ. ഒന്ന് മാറുന്നേ. പരിപാടിക്ക് ഇയാളും വരുന്നുണ്ടോ? എന്താ സംഭവം? ദുലാരി സർ, അനുഗ്രഹിച്ചാലും. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശില്പ ഇവിടെ വാ. ദുലാരി സർ നമ്മുടെ സ്വന്തം നേതാവാണ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വേണ്ട സർ. നോ. ബ്യൂട്ടി ക്യൂനായിട്ട് എന്ത് ചെയ്യാനാ? അടുത്തത് മിസ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വളരെ സന്തോഷം, വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ മുന്നേറ്റങ്ങൾ നടത്തി നീ ഈ നാടിന്റെ അഭിമാനമായി മാറണം. അതായത് അവളെ പോലെ തന്നെ. അവളുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു അവളുടെ പേര്? യൂണിവേഴ്സലായി ഒരുത്തി വന്നില്ലേ, അവളുടെ പേരടാ? സുഷ്മിത. ഞാൻ ഐശ്വര്യ എന്ന് വിചാരിച്ചത്. അവര് മിസ് വേൾഡ് ആയിരുന്നല്ലോ. അത് സുഷ്മിത യൂണിവേഴ്സ് ആയിരുന്നു. രണ്ടും വേറെ വേറെയാണ് നേതാവേ. എന്തായിരുന്നാലും എന്താ, നമ്മുടെ മിസ് പാട്ടിനെ അത്ര മോശക്കാരിയൊന്നും അല്ല. സുസ്മിതയും ഐശ്വര്യയും രണ്ടും ചേർന്ന പോലെയുണ്ട്. ശരി സാർ, ഞങ്ങൾ എന്നാ ഇറങ്ങും. വാ. ഒന്ന് നിന്നേ. ശില്പ ഇവിടെ തന്നെ നിൽക്കട്ടെ. മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലേ? അവള് ബ്യൂട്ടി ക്യൂനല്ലേ. ഈ ഒരു ആഗ്രഹം തോന്നാത്തത് ആർക്കാ ഉള്ളത്? ശില്പ എനിക്ക് ഒരു തവണ ശരിക്കും ഒന്ന് കാണണം. എന്താ നീ പറഞ്ഞ? നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടേ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. നിങ്ങൾ എത്ര വലിയ കൊമ്പത്താളാണെങ്കിലും ഞങ്ങൾ അത്ര ചെറിയ ആളുകളൊന്നുമല്ല. അത് മനസ്സിലാക്കിയ നല്ലത്. ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും നീ എന്തിനാ മോനെ ഇങ്ങനെ ചൂടാവുന്നേ? എനിക്കറിയില്ലായിരുന്നു മോനെ ഇവള് നിന്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ള വിവരം. ശരി, പൊയ്ക്കോ. പോ മോനെ, ചെല്ല്.
എന്താടാ വിചാരിച്ചത്? എടാ നീ എന്തോ വിചാരിച്ചു നീ? അറിയില്ലല്ലേ? ഇങ്ങോട്ട് നോക്ക്, നിങ്ങളെ തന്നെ. എന്താടാ ഇപ്പൊ സമാധാനായോ? നീ എന്റെ കോളറിൽ കൈവെക്കാനായോ? എനിക്ക് തെറ്റിപ്പോയി. അത്രയും വളർന്നില്ല മോനെ. ഞാൻ മാപ്പ് ചോദിക്കാം. അതെടുത്തിട്ട് വേടാ. ആ തല വെക്കുന്ന കുന്തമല്ലേ, അതെടുത്ത് ഇവന്റെ തല വെക്ക്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനിയുള്ള കാലവും മിസ്റ്റർ പാട്നയായി ജീവിക്കട്ടെ. സാർ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ മേലെ കൈവച്ചാ എന്താ സംഭവിക്കുന്ന ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. തെറ്റുപറ്റിപ്പോയി. മനോജ്, മനോജ്, ശില്പ, വേണ്ട, അവനൊന്നും ചെയ്യരുത്. മനോജ്, വേണ്ട. ഞാൻ സമ്മതിക്കുന്നു, ഞാനാ തെറ്റ് ചെയ്തത്. ഞാനാ ചെയ്തത്. മതിയടാ, നിർത്ത്. ഞാനാ തെറ്റ് ചെയ്തത്. ഞാനാണ് ചെയ്തത്. സാർ പ്ലീസ്. മനോജ്, ശില്പ, മനോജ്, സാർ പ്ലീസ്. സാർ വിട്. സാർ പ്ലീസ്. സാർ സാർ അവളെ ഒന്നും ചെയ്യരുത്. സാർ പ്ലീസ്. സാർ പ്ലീസ്. സാർ അവളെ വിടണം. സാർ പ്ലീസ്. പ്ലീസ് സാർ, ഞങ്ങളെ വിട്ടേക്ക് സാർ. പ്ലീസ് സാർ. സാർ അവക്ക് പകരം എന്നെ കൊന്നോളൂ സാർ. എന്താണെന്ന് മോന് കാണാൻ ബുദ്ധിമുട്ടാണെന്നോ? എന്താ മോനെ ഇതൊക്കെ? സാർ പ്ലീസ് സാർ. അവന്റെ കണ്ണ് തുറന്നു വെക്കടാ. കണ്ണു തുറന്ന് അറിയാതെ മോളെ. ഞാനല്ലേ നിന്നെ മിസ് പിടിക്കാതെ കിടക്കടി. ഞാനും ഒന്ന് അറിയിച്ചില്ല നിന്നെ. അപ്പം മാത്രം അറിഞ്ഞാ മതിയോ? ഞാൻ അറിയിക്കാടി. പാറ്റ്ന മുൻപ് ബീഹാറിന്റെ തലസ്ഥാനമായിരുന്നു. ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെയും തലസ്ഥാനം. കൊലപാതകം, കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, വഞ്ചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ഇവിടെ നടക്കാത്ത കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇതെല്ലാം തന്നെ ബീഹാറിൽ ദിനം പ്രതി കൂടി വരികയാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം നിത്യസംഭവമായി കഴിഞ്ഞു. എന്നാൽ ശില്പ അഗർവാളിന്റെ കൊലപാതകത്തോടുകൂടി കുറ്റവാളികൾ എല്ലാവരും തന്നെ ഇവിടെ അഴിഞ്ഞാടുകയാണ്. അപമാനഭാരത്താൽ ബീഹാറിന്റെ ശിരസ് കുനിയുകയാണ്. ശില്പ അഗർവാൾ പാറ്റ്ന വിമൻസ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എല്ലാ സ്റ്റുഡൻസും പാറ്റ്ന വിമൻസ് കോളേജിൽ നിന്ന് ശില്പയ്ക്ക് വേണ്ടി കാൻഡിൽ ഘോഷയാത്ര ഡാക് ബംഗ്ലാവ് ജംഗ്ഷനിലേക്ക് നടത്തുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്നറിയോ? ഇവിടെ ഒരു പെണ്ണ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ശില്പ അഗർവാളിന് വേണ്ടി മാത്രമല്ല പറയുന്നത്, ബീഹാറിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും വിശ്വാസമാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയപ്പെടാറുണ്ട്, പിന്നെ നമ്മൾ എല്ലാരും പലപ്പോഴും കേൾക്കാറുമുണ്ട്, സിഎം വളരെ നല്ലവരാണെന്ന്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? അവരെ കൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. തെറ്റു ചെയ്യുന്ന ലീഡേഴ്സിനെ ശിക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ തന്നെ പറ, ഇതാണോ ഈ നാട്ടിന്റെ ഭരണം? ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ മിസ് പട്ന കോntestന്റെ ആഫ്റ്റർ പാർട്ടിയിൽ മിസ് ശില്പയും അവരുടെ സുഹൃത്ത് മനോജ് സിൻഹയുടെയും ഒപ്പം ബാഹുബലി MLA ദുലാരിയെയും കണ്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ദുലാരി യാദവ് വർഷങ്ങളായി RJS പാർട്ടിയുടെ പ്രവർത്തകർ. ദുലാരി യാദവ് പാർട്ടി സുപ്രീം ഭീമാ ഭാരതിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അവരുടെ പേരിൽ പല കേസുകളും രജിസ്റ്റർ ആയിട്ടുണ്ട്. ശില്പ റാണി ഭാരതിയെ തന്റെ റോൾ മോഡലായി കണ്ടത്. ശില്പ അഗർവാൾ റാണി ഭാരതിയെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് കാണാം. Just like CM Rani Bharati, she has shown
CM-ന് ഒരു ചാൻസ് കിട്ടിയാൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കും. ഷീസ് മൈ ഇൻസ്പിറേഷൻ. ഞാനും CM-നെ പോലെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കും. ഓക്കെ, താങ്ക് യു മാഡം. ഇതൊന്നും കാര്യമാക്കണ്ട മാഡം. നമ്മുടെ എതിർ പാർട്ടികളും മീഡിയയും ചേർന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാട്നയിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇങ്ങനൊരു കൊലപാതകം. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലേ? ഇവിടെയുണ്ടല്ലോ 2 ഗുണ്ടകൾ, ഉദയഭാൻ സിംഗ്, ഗോർ സിംഗ്. അവർ കൊലകൾ നടത്തുമ്പോൾ ഈ മീഡിയയൊക്കെ എവിടെ പോയി കിടക്കുക കാണാറില്ലല്ലോ. അപ്പോൾ ഒരു ജാഥയും ബഹളം ഒന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോഴെന്താ ഇവരുടെ കൈയൊക്കെ കൂട്ടിക്കെട്ടിയുക? SP സർ, പറയൂ മാഡം. നിങ്ങൾ എന്താ പറയുന്നത്? മാഡം, കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. അതും രാത്രി 2-നും 3-നും ഇടയ്ക്ക്. കൊലപാതകത്തിന് മുമ്പ് റേപ്പും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് കറയുമുണ്ടായിരുന്നു. സെമൻ മാഡം, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. ശരി. ദുലാരി യാദവിനെ ചോദ്യം ചെയ്തായിരുന്നോ? ചെയ്തു മാഡം. മാന്യ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു ഞങ്ങൾ. അദ്ദേഹം ശില്പേനെ അഭിനന്ദിക്കാനായിട്ട് ഹോട്ടലിൽ പോയ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഫാം ഹൗസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ മാഡം, നേതാവിന് ഈ കാര്യത്തിൽ വല്ല പങ്കുണ്ടെന്ന് എനിക്കത്... എന്ത് വലിയ നേതാവെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ദുലാരി യാദവ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ പേടിയുണ്ടോ? സോറി മാഡം. മാഡം, ഞങ്ങളുടെ സംശയം ശില്പ അഗർവാളിന്റെ ബോയ് ഫ്രണ്ട് മനോജിന്റെ മേലെ. അവരാണ് അവളെ റേപ്പ് ചെയ്ത് കൊന്നത്. പാർട്ടി കഴിഞ്ഞ് അവര് 2 പേരും കൂടി പുറത്തേക്ക് വന്നത് കണ്ടവരുണ്ട്. അവിടുന്ന് പോയതും അവർ 2 പേരും കൂടിയാ. പിന്നെ അവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് മാഡം, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചിരിക്കും. എന്നിട്ട് അവന്റെ DNA ടെസ്റ്റും ചെയ്യും. ആ കറയായിട്ട് മാച്ച് ചെയ്യും. DNA എന്നുവെച്ചാ? ആദ്യമാണ് DNA എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും. പറയൂ മാഡം. ഏതായാലും മനോജിനെ കിട്ടിയില്ലല്ലോ. അതെ. അപ്പൊ ദുലാരി യാദവിന്റെ DNA ടെസ്റ്റ് ചെയ്യൂ. അത് മാഡം പറയൂ. ഇപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് മരിച്ചുപോയ ശില്പയുടെ ദേഹത്ത് 1-ൽ കൂടുതൽ മനുഷ്യരുടെ കറകൾ ഉണ്ടായിരുന്നു എന്ന്? ടെസ്റ്റ് ചെയ്യാം നമുക്ക്. മാഡം. ശരി, പോയിക്കോളൂ. ശരി. നോക്കൂ മാഡം, ദുലാരി യാദവിനെ അങ്ങനെ നിസ്സാരനായി കാണരുത്. അവൻ്റെ തട്ടകത്തിൽ ഒരുപാട് ആൾസ്വാധീനവും അവന് കുറേ ഗുണ്ടകളും ഉണ്ട് മാഡം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് മാഡം. ദുലാരിന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ വളരെയധികം അടി വാങ്ങാൻ ചാൻസ് ഉണ്ട് മാഡം. എത്ര വലിയ അടിയാണെങ്കിലും ആവട്ടെ ബേഠാജി. 20 വയസ്സുള്ള പെൺകുട്ടിക്ക് കിട്ടിയ അടിയേക്കാളും വലുതാവില്ലല്ലോ. പറയൂ. ആവോ ബേഠാജി. ഏയ്, വഴുതു മാറിക്കേ. കള്ള കഴിവറുടെ മോനെ, പോലീസിന്റെ നെഞ്ചത്ത് കയറിയാണോടാ നിന്റെ താണ്ഡവും ധിക്കാരവും ഒക്കെ? കള്ള കഴിവേറി. പോലീസുകാരന്മാരെ, നിങ്ങൾ അറിയാൻ വേണ്ടിയ ഈ അറിയിപ്പ് മര്യാദയ്ക്ക് കേട്ടോ. നിങ്ങളിപ്പോ 4 ഭാഗത്ത് നിന്നും ഞങ്ങൾ ആളുകളിൽ വളയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് അതേപോലെ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ താഴെ വെക്കണം. അതിബുദ്ധി കാണിക്കുകയും വേണ്ട, അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. അങ്ങനെ എന്തെങ്കിലും കാണിക്കാനാണ് നിങ്ങളെ വിചാരമെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് എത്തും. താഴെ താഴെ. ഞങ്ങളും ഇവിടെ പ്രശ്നത്തിനൊന്നും വന്നവരല്ല.
അതുകൊണ്ടല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചേ. പിന്നെ നിങ്ങൾ പോലീസിനെ ആക്രമിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഇതിപ്പോ സർക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നേതാവിന്റെ നാട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വരുവോ? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. ബുലാരി സാർ SP മാത്രമാണ് കാണാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പോലീസുകാരെല്ലാം അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. അവിടെ ഇരിക്കേ. നിങ്ങൾക്കുള്ള ചായയും ബിസ്ക്കറ്റും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പറയുന്നത് കേട്ടില്ലേ? ഇരിക്കി എല്ലാവരും ഇരുന്നു. വരൂ SP സാർ, അങ്ങോട്ട് പോകാം. നേതാവേ നമസ്കാരം. എന്താ ഈ വഴിക്കൊക്കെ? ഞാൻ ബേട്ടോ സാറിനോടെല്ലാം സംസാരിച്ചല്ലോ. സ്റ്റേറ്റ്മെന്റും കൊടുത്തു കഴിഞ്ഞു. പിന്നെന്തിനാ തോക്കും തൂക്കി പിടിച്ചു വന്നേ? അത് നേതാവേ, നിങ്ങൾക്കെതിരെ ഒരു FIR എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണോ? അങ്ങനെയല്ല നേതാവേ. ഒരു ചെറിയ DNA ടെസ്റ്റിന് വേണ്ടി നിങ്ങളുടെ ഒരു സഹകരണം വേണമായിരുന്നു. നേതാവിൻ്റെ ചെറിയൊരു ബ്ലഡ് സാമ്പിൾ തന്നിരുന്നെങ്കിൽ. ബ്ലഡോ? ഞാനെന്തിനാണ് ആവശ്യമില്ലാതെ ബ്ലഡൊക്കെ തരുന്നേ? എന്റെ ചോരയുണ്ടല്ലോ, ഞാൻ എന്നെ ഈ നാടിന് വേണ്ടി സമർപ്പിച്ചതാ. നിന്റെ ഈ കള്ളക്കേസിനൊന്നും എന്റെ ചോര തരാൻ പറ്റില്ല. വേണ്ട, നിങ്ങൾ ചോര തരണ്ട നേതാവേ. പകരം നേതാവിൻ്റെ ബീജം ഒന്ന് തന്നാ മതി. അതായത് എന്റെ ആണത്തം. ഒരു മനുഷ്യൻ 40 ദിവസം ഭക്ഷണം കഴിക്കുമ്പോഴാ 1 ലിറ്റർ രക്തം ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നീ ചോദിച്ച ആണത്തം ഉണ്ടാകുന്നത്. രക്തം തരില്ലെന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്റെ ആണത്തം വേണമല്ലേ? അല്ല നേതാവേ, ഇതെന്റെ ജോലിയുടെ ഭാഗമായിട്ടാ. ചെറുതായിട്ടൊന്നു അങ്ങ് സഹകരിച്ചിരുന്നെങ്കിൽ. ഈ സൈസ് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? AK-56. എന്റെ ആണത്തം വേണോ ജീവൻ വേണോ? പറയടാ, പറയാനല്ലേ പറഞ്ഞേ? വേണ്ട സർ, വേണ്ട സർ, വേണ്ട. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. ശില്പ എനിക്കും മകളെ പോലെ തന്നെയായിരുന്നു. ഈ നാടിന്റെ മകളായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാക്ക് തരികയാണ്, കുറ്റക്കാരാര് തന്നെ ആയാലും ശിക്ഷിക്കപ്പെടുമെന്ന്. അല്ല, നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ സർക്കാരിന്റെ കാര്യം നടക്കുന്നതൊക്കെ ജയിലിൽ നിന്നല്ലേ? ജയിലിൽ പോണോന്ന് വല്ല ആഗ്രഹം ഉണ്ടോ MLAക്ക്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറഞ്ഞു വന്നാല് വർഗീയ ലഹളയൊന്നും നടന്നല്ലോ നമ്മുടെ നാട്ടില്. അതിൽ അങ്ങയുടെ പേരാണ് മുൻപന്തിയിലുള്ളത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും വളർന്നിട്ടില്ല മാഡം. നിങ്ങൾക്ക് എന്റെ ഒരു രോമം പോലും തൊടാൻ സാധിക്കില്ല. അല്ല, അതിനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ലല്ല. 0 CM-ഉം 0 ഗവർണർ സാറും. ബഹുമാനപ്പെട്ട സ്പീക്കറെ, ഞങ്ങളുടെ പാർട്ടി മുഴുവൻ ഈ അസംബ്ലിയെ മൊത്തത്തോടെ ബഹിഷ്കരിക്കുകയാണ്. കുറ്റവാളികളുടെ മേൽ നടപടി എടുക്കാത്തവരേക്കും ഞങ്ങളുടെ ഈ പ്രതിഷേധം നടന്നുകൊണ്ടേയിരിക്കും. റാണി ഭാരതി മുർദാബാദ്! മുഖ്യമന്ത്രി രാജിവെക്കുക! റാണി ഭാരതി മുർദാബാദ്! രാജിവെക്കൂ! തരകേശ്വരെ, നവീനോട് സംസാരിച്ചോ? ഇല്ലെന്നേ. എത്ര തവണയാന്ന് വെച്ചിട്ടാ വിളിക്കുക? ഫോൺ എടുക്കണ്ടേ? എന്താടോ അയാൾ ഫോൺ എടുക്കാത്ത? ഇലക്ഷൻ ആണെങ്കിൽ അടുത്തെത്തി. ഈ സമയം നമുക്ക് ശില്പയുടെ കേസ് റാണിക്കെതിരെ നമുക്കൊരു ആയുധമാക്കി മാറ്റാം.
ഇനിയിപ്പോ അയാൾ അവിടെ മുഖം വീർപ്പിച്ചോണ്ടിരുന്ന ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എത്ര വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്, എത്ര നിഷ്ഠൂരമായിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അതും ആ കുട്ടി എന്ത് ചെയ്തിട്ടാ? അത് ശരിയാ. എടോ, ഞാൻ അവളുടെ മുഴുവൻ ബ്യൂട്ടി കോntesറ്റും കണ്ടതല്ലേ. നിങ്ങൾ ഇതൊക്കെ കാണാറുണ്ടോ? പിന്നല്ലാതെ ഒരു മനുഷ്യനായാൽ നാടിനെ പറ്റിയും ജനങ്ങളെ പറ്റിയും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പക്ഷെ അവള് മിസ് ഇന്ത്യ ലെവലിലൊന്നും എത്തൂല. പിന്നെ ബിക്കിനി റൗണ്ടും ഒന്നും ഉണ്ടായില്ല. വാടോ. എൻ്റെ മോൻ എങ്ങനെയും രക്ഷിക്കണം സാർ. എല്ലാവരും പറയുന്നു അവൻ റേപ്പ് ചെയ്ത് കൊന്നാണ് സാർ. ശില്പയും അവനും പ്രേമത്തിലായിരുന്നു സാർ. ഞങ്ങൾക്കതിന് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അവനെവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് ജീവിച്ചോളാം. അത് എൻ്റെ മോനെ നിങ്ങൾ എങ്ങനെയും എല്ലാം ഞാൻ നോക്കിക്കോളാം. നമസ്കാരം നേതാവേ. നമസ്കാരം നേതാവേ. എന്താ ദുലാരി, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ടല്ലോ. നേതാവ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ശില്പ വിഷയത്തിൽ നിനക്ക് പങ്കുണ്ടല്ലേ? നീ കാരണം തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടായിരിക്കുക. DNA ടെസ്റ്റ് നടന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ചെയ്ത തോന്നിയാസത്തിൽ ഇപ്പൊ ഞങ്ങളും കുടുങ്ങിയിരിക്കുക. നേതാവുണ്ടെന്ന ധൈര്യത്തിലാ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തത്. നേതാവുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നത്? നിർത്തണം നിന്റെ പ്രസംഗം. ശരി, ആ പയ്യനെവിടെ? അവനെന്റെ കോളറിൽ കയറി പിടിച്ചിട്ടോ? നിന്റെ ഒരു കോളറിൽ പിടിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടൂടാ. പറയടാ. നാട്ടിൽ വളയം പിടിച്ച് നടന്നിരുന്നവനാ നീ. നിന്നെ കൊണ്ടുവന്ന് ഞാൻ ഈ സ്ഥിതിയിലാക്കിയപ്പോ വലിയ രാജാവാണെന്നാ നിന്റെ വിചാരം? ആ പയ്യൻ നിന്റെ കസ്റ്റഡിയിലുണ്ടോ? ഉണ്ട്. എന്നാൽ അവനെ ഇപ്പൊ തന്നെ വിട്ടേക്കണം. നോക്കിയേ, അവൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് എത്തിക്കോളും. വളരെ സന്തോഷമായി സാർ. ഈ ഉപകാരം ഞാൻ ജീവനുള്ള കാലം മറക്കില്ല സാർ. എന്തിനാ ഇതെല്ലാം പറയുന്നത്? ചെല്ലേ. ശരി സാർ. ഒരു നിമിഷം നിൽക്ക്. മനോജിനോട് പോലീസുകാർ ചോദിച്ചാ ദുലാരി ഗിഫ്റ്റ് കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് ഉടനെ പോയി എന്ന് പറയണം. പിന്നെ വീട്ടിൽ പോണ വഴി കുറച്ച് ആൾക്കാർ വന്ന് കാറ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം. അവിടെ നടന്ന സംഘടനത്തിലെ അവന് പരിക്ക് പറ്റിയെന്നുള്ള കാര്യവും പറയട്ടെ. ശില്പയെ തട്ടിക്കൊണ്ടുപോയി എന്നും പറയണം. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറയാം. എന്താ ഇത്? നിങ്ങൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾ എന്നെ കാൽമുട്ട ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറല്ലേ? നിങ്ങൾ എൻ്റെ ദൈവ. സന്തോഷമായില്ലേ? ധൈര്യമായിട്ട് ചെല്ല്. അവൻ വരുമ്പോഴേക്കും സന്തോഷമായിട്ട് വീട്ടിലുണ്ടാവണം. ഇത് ശവങ്ങളുടെ നാട്. രാജാവിന്റെ പ്രജകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യന്മാരും രോഗികളും മരിക്കുന്നു. ഇത് ശവങ്ങളുടെ നാട്. ബീഹാറിന്റെ രാഷ്ട്രീയം നോക്കൂ. ഒരു കവി പറഞ്ഞത് ഓർമ്മയിൽ വരുന്നു. ശില്പ അഗർവാളിന്റെ കൊലക്കേസിന് ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നു. ശില്പയുടെ ബോയ്ഫ്രണ്ട് മനോജ് സിൻഹ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഹർത്താൽ നടക്കുമ്പോഴാണ് ചില ഗുണ്ടകൾ വന്ന് അവരെ അടിക്കുകയും അവരിൽ ചിലർ ശില്പയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ചെയ്തു. ഇത് ഓരോ രാഷ്ട്രീയ കളിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണെന്നാൽ ഈ സംഭവത്തിൽ DNA ടെസ്റ്റ് നടന്നിട്ടില്ല, എൻക്വയറി നടന്നിട്ടില്ല, ആരെയും അറസ്റ്റും ചെയ്തിട്ടില്ല.
എന്നാൽ ഈ സംഭവത്തിന് ശേഷം പല ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തെന്നാൽ ഇവിടെ നടക്കുന്ന ഈ രാഷ്ട്രീയ കളിയിൽ നമ്മളും കണ്ണുപൊട്ടന്മാരാകുന്നു. സത്യമെന്തെന്നോ കള്ളമെന്തെന്നോ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളി നമുക്കിവിടെ കണ്ടു നിൽക്കാൻ പറ്റുമോ? ഇവിടെ മനുഷ്യജീവന് വില പോലും ഇല്ലാത്തൊരവസ്ഥ. ഇന്നിവിടെ ഒരു സ്ത്രീ മന്ത്രിയായിരിക്കുമ്പോൾ പോലും ബീഹാറിലെ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷ പോലും ഇല്ലാത്തൊരവസ്ഥ. ശില്പയും ബീഹാറിലെ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട റാണി ഭാരതിയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ. പക്ഷേ ഇതിലെ തമാശ എന്തെന്നാൽ റാണി ഭാരതി രാഷ്ട്രീയത്തിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു ബൊമ്മ പോലെയാണിപ്പോൾ. ശരിയായ രാഷ്ട്രീയം ജയിലിനുള്ളിലിരുന്ന് ഒരാൾ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നു. ഈ ചോദ്യങ്ങളെക്കാൾ വലിയൊരു ചോദ്യം എന്തെന്നാൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വഴക്കിനിടയിൽ ശില്പയ്ക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ്. ഈ ഫയൽ വൈകാതെ അങ്ങ് അയക്കണം. ശരി. ടിവിയിൽ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടോ? നിങ്ങളാരെയും വന്ന് കാണാറില്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ ഇവിടെ? അങ്ങ് ആരെയും മറക്കാൻ സമ്മതിക്കാറില്ലല്ലോ. ആൾക്കാർ പറയണതേ ഇവിടെ എല്ലായിടത്തും റോഡിലല്ല കുഴി, കുഴിയിലാണ് റോഡെന്ന. അപ്പോഴും അങ്ങയുടെ ഓർമ്മ തന്നെ എനിക്ക് വരുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ വൈദ്യുതിക്ക് പകരം റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുമ്പോഴേ അപ്പോഴും അങ്ങയുടെ ഓർമ്മ തന്നെയാണ് വരിക. ഇവിടുത്തെ ആൾക്കാരൊക്കെ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിക്കുന്നു. അപ്പോഴും എനിക്ക് നിങ്ങളെ തന്നെ ഓർമ്മ വരുന്നത്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് മറക്കുക? എല്ലാ ഫയലിലും ഉണ്ട്, സർക്കാരിൻ്റെ ഉത്തരവിലും ഉണ്ട്, കോടതിയിലെ ഫയലിലും ഉണ്ട്. അത്ര നശിപ്പിക്കുന്നതിലും മിടുക്കനാണല്ലോ. ഇതുവരെ വലിയ വിഷയങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല. ഇനി അങ്ങനെ നടക്കില്ല. ദുലാരിയുടെ കൂടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഹീനമായ പ്രവൃത്തികളല്ലേ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് സന്ദർഭം കിട്ടിയതല്ലേ? ശില്പയുടെ സ്ഥാനത്ത് റോഷ്നിയെ കാണാമായിരുന്നില്ലേ? ഇതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു കണക്കിൽ നിങ്ങൾ എന്നോട് നന്ദിയാ പറയേണ്ടത്. പാമ്പും ചാവില്ല, വടിയും ഓടിയില്ല. മതി. ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത് നിങ്ങൾ. ഞാൻ അവസാനമായിട്ട് പറയാണ് നിങ്ങളോട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിക്കൊള്ളുക. എൻ്റെ സർക്കാരിനെ നോക്കാൻ എനിക്കറിയാം. നിങ്ങളുടെ സർക്കാരോ? എപ്പോഴാണിത് നിങ്ങളുടെ സർക്കാരായത്? ആരുടെയൊക്കെയോ കല്യാണത്തിന് ആരൊക്കെയോ നൃത്തമാടുന്നു. എൻ്റെ മന്ത്രിമാർ, എൻ്റെ മാത്രം സപ്പോർട്ടേഴ്സ്, ഇവരുടെ എല്ലാം വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഈ പാർട്ടി. എൻ്റെ ജനങ്ങൾ, എൻ്റെ മന്ത്രിമാർ. സർക്കാർ മാത്രം നിങ്ങളുടേതോ? നിങ്ങളുടെ കണക്കുകൂട്ടലിൽ വലിയ പിഴവുണ്ട്. ഇനിയും എൻ്റെ നേർക്ക് വന്നാൽ അത് നിങ്ങളുടെ സർക്കാരിന് ദോഷം ചെയ്യും. ഞാൻ ജയിലിൽ അകപ്പെട്ടപ്പോൾ തന്നെ നിങ്ങളുടെ സർക്കാരും താഴെ വന്നിരിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഇപ്പോഴും താമസിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ. പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്ക്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ കണ്ണടച്ചു.
പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ ചെയ്ത തെറ്റിന് യാതൊരു വിധത്തിലും മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്ന നില മറന്നുകൊണ്ട് യാതൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. എന്നെ മറന്നിട്ട് നിങ്ങൾ എപ്പോൾ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ വിജയിക്കുന്നത്.